മാണിക്കെതിരെ രൂക്ഷ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CR മഹേഷ്. മാണി UDF വിട്ടാൽ ഒരു ചുക്കും സംഭവിക്കില്ലെന്ന് മഹേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അധികാരത്തോടുള്ള ആർത്തിയും കോഴക്കേസുകളിലെ അന്വേഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കപടതന്ത്രവുമാണ് ഇപ്പോഴത്തെ കാട്ടിക്കൂട്ടലുകളെന്നും മഹേഷ്. തരം താണ രാഷ്ട്രീയം കളിക്കുന്ന ഇത്തരക്കാർക്ക് കോൺഗ്രസ് നേതൃത്വം വഴങ്ങിക്കൊടുക്കരുതെന്നും മഹേഷ് ആവശ്യപ്പെട്ടു. പ്രതിസന്ധിയിൽ കൂടെ നിൽക്കാത്തവരെ ആർക്കും ആവശ്യമില്ല. പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയും KPCC അധ്യക്ഷനുമെല്ലാം ബന്ധപ്പെട്ടിട്ടും നിഷേധാത്മക സമീപനം തുടരുന്ന മാണിയോട് ഇനിയും സന്ധി ചെയ്യേണ്ട ആവശ്യമില്ലെന്നും മഹേഷ് വ്യക്തമാക്കുന്നു. നിയമസഭയിൽ പ്രത്യേക ബ്ലോക്ക് ഉണ്ടാക്കിയിരിക്കുമെന്ന നിലപാട് വരാനിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം നോക്കിയുള്ള അടവ് നയമാണ്. പ്രത്യേക ബ്ലോക്കായി ഇരിക്കുമെന്ന് പറയുന്നവർ ഒന്നോർക്കണം. MLA സ്ഥാനം അവരുടെ മാത്രം അധ്വാനമല്ല, കോൺഗ്രസ് പാർട്ടിയിലെ പ്രവർത്തകരുടെ കൂടി വിയർപ്പാണ്. UDF സംവിധാനത്തിൽ കൂടി ജയിച്ചു വന്നവർ ധാർമ്മികത ഉണ്ടെങ്കിൽ പ്രത്യേക ബ്ലോക്കായിരിക്കാൻ തുനിയാതെ രാജിവെക്കുകയാണ് വേണ്ടത്. UDF വിട്ടുപോകാനുള്ള മാണിയുടെ തീരുമാനം ചാപിള്ളയാകുമെന്നും മഹേഷ് ഫേസ്ബുക്കിൽ കുറിക്കുന്നു. മാണി UDF വിട്ടാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയേക്കാൾ കൂടുതലായി ഒന്നും സംഭവിക്കാനില്ലെന്നും CR മഹേഷ് വ്യക്തമാക്കുന്നു. ഇത്തരത്തിൽ തരംതാണ രാഷ്ട്രീയം കളിക്കുന്നവർക്ക് വഴങ്ങാതിരിക്കാനുള്ള ഇച്ഛാശക്തിയും ആർജവവും കോൺഗ്രസ് നേതൃത്വം കാണിക്കണമെന്നും മഹേഷ് ആവശ്യപ്പെടുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ചരക്ക് സേവന നികുതി ഭേദഗതി ബില്ലിന്മേൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. ബില്ലിന്റെ 2 ഭേദഗതികൾ പാസാക്കി. വിവിധ ഭേദഗതികൾ വോട്ടെടുപ്പ് തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി സന്തോഷ് M ചേർന്നു. സന്തോഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ചരക്ക് സേവന നികുതി നടപ്പിലാക്കാനുള്ള ഭരണഘടനാ ഭേദഗതിയിലെ ചർച്ച രാജ്യസഭ പൂർത്തിയാക്കി. ഭരണഘടനാ ഭേദഗതി രാജ്യസഭ വോട്ടിനിട്ട് അല്പസമയം മുമ്പ് പാസ്സാക്കുകയും ചെയ്തു. ജയലളിതയുടെ അണ്ണാ DMK വോട്ടെടുപ്പിന് മുമ്പ് ഇറങ്ങിപ്പോയി. എന്നാൽ കോൺഗ്രസും ഇടതുപക്ഷവും ഭരണഘടനാ ഭേദഗതിയെ പിന്താങ്ങുകയും ചെയ്തു. സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം ചൂണ്ടിക്കാട്ടിയാണ് ജയലളിതയുടെ അണ്ണാ DMKയുടെ 13 അംഗങ്ങൾ അവസാന നിമിഷം ഇറങ്ങിപ്പോയത്. പക്ഷേ സഭയിലുണ്ടായിരുന്ന 203 അംഗങ്ങളും ഏകകണ്ഠമായി ഈ 122ാമത് ഭരണഘടനാ ഭേദഗതിയെ പിന്താങ്ങിയതോടെ 3-3 ഭൂരിപക്ഷം വേണം എന്ന 3-3 ഭൂരിപക്ഷത്തോടെ പാസ്സായി. ഭരണഘടനാ ഭേദഗതി പാസ്സാണെങ്കിൽ 3-2 ഭൂരിപക്ഷമാണ് വേണ്ടത്. പക്ഷേ അതിൽ കൂടുതൽ ഭൂരിപക്ഷം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് ലഭിക്കുകയും ചെയ്തു. അതേസമയം നികുതി 18% നിജപ്പെടുത്തണമെന്ന കോൺഗ്രസ് ആവശ്യം അരുൺ ജെയ്റ്റ്ലി അംഗീകരിച്ചില്ല എന്നത് ശ്രദ്ധേയമായി. ഇക്കാര്യം GST കൗൺസിൽ തീരുമാനിക്കട്ടെ എന്നായിരുന്നു ജെയ്റ്റ്ലിയുടെ നിലപാട്. GST കൗൺസിലിൽ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകുമെന്നും ജെയ്റ്റ്ലി ഉറപ്പ് നൽകി. ഇടതുപക്ഷം ഉയർത്തിയത് സംസ്ഥാനങ്ങൾക്ക് നികുതി ഏർപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യത്തിൽ കേന്ദ്ര സർക്കാർ കൈകടത്തുമോ എന്നതായിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള കൈകടത്തൽ ഉണ്ടാകില്ല. പക്ഷേ GST അടിസ്ഥാനമായുള്ള നികുതി ഉണ്ടാകും. ഇക്കാര്യം GST ഏതൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം, ഏതൊക്കെ വേണ്ട എന്നൊക്കെ GST കൗൺസിൽ രൂപീകരിക്കട്ടെ. ആ കൗൺസിലിൽ സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ടാകും എന്നതായിരുന്നു അരുൺ ജെയ്റ്റ്ലിയുടെ മറുപടി. എന്തായാലും കഴിഞ്ഞ 10 വർഷമായി പാർലമെന്റ് പലതരത്തിൽ ചർച്ച ചെയ്ത GST ഭരണഘടനാ ഭേദഗതി പാസ്സായിരിക്കുന്നു. ഇനി ലോക്സഭ ഈ ബിൽ പാസ്സാക്കണം. കാരണം നേരത്തെ ലോക്സഭ പാസ്സാക്കിയത് വ്യത്യാസമുള്ള ഒരു ബില്ലാണ് രാജ്യസഭ പാസ്സാക്കിയത്. അതിനുശേഷം ഈ ഭരണഘടന സംസ്ഥാനങ്ങളിലേക്ക് അയക്കും. സംസ്ഥാനങ്ങളിൽ പകുതിയിലെ സംസ്ഥാനങ്ങളെങ്കിലും അംഗീകരിച്ചാൽ അതിനുശേഷം രാഷ്ട്രപതി ഒപ്പിട്ട് വിജ്ഞാപനമായി പുറത്തിറക്കുകയും ഭരണഘടനാ ഭേദഗതി യാഥാർത്ഥ്യമാവുകയും ചെയ്യും. അതിനുശേഷമാണ് യഥാർത്ഥ GST ബിൽ സഭയിലെത്തുക. GST ബില്ല് രാജ്യസഭ പാസാക്കി. ഇതിന്റെ വിശദാംശങ്ങൾ നൽകിയത് M സന്തോഷാണ്. ഒരു കാലത്ത് മലയോര മേഖലയിൽ സജീവമായിരുന്ന അടയ്ക്ക കൃഷി മഞ്ഞളിപ്പ് രോഗവും തൊഴിലാളി ക്ഷാമവും മൂലം ഹൈറേഞ്ചിൽ നിന്നും പടിയിറങ്ങുന്നു. അടയ്ക്ക കൃഷിയെ രക്ഷിക്കാൻ റബ്ബർ ബോർഡ് മാതൃകയിൽ അടയ്ക്ക വികസന ബോർഡ് സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഒരു കാലത്ത് മറ്റു സുഗന്ധവ്യഞ്ജന വിളകൾക്കൊപ്പം മലയോര മേഖലയിലെ കർഷകർ പരിപാലിച്ചിരുന്ന അടയ്ക്കയാണ് മഞ്ഞളിപ്പ് രോഗവും വിലസ്ഥിരതയില്ലായ്മയും മൂലം പടിയിറങ്ങുന്നത്. കവുങ്ങുകൾക്ക് കൂട്ടത്തോടെ രോഗം ബാധിച്ചതോടെ കൃഷിയിൽ നിന്നും പിന്മാറൽ ആരംഭിച്ച കർഷകർ കൃഷിക്ക് പണിക്കാരെയും കിട്ടാതായതോടെ കവുങ്ങ് കൃഷി പൂർണ്ണമായും കൈവിട്ടു. നേരത്തെ നമുക്കിവിടെ ആവശ്യത്തിന് മിച്ചം പഴുക്കായും ചമ്പനും ഒക്കെ ആയിട്ട് കൊടുത്ത് കുടുംബം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതായിരുന്നു. ഇതിന് വിലയില്ലാതെ വരികയും പിന്നീട് കയറ്റക്കാരെ ആരെയും കിട്ടാതെ തൊഴിലാളികളുടെ ക്ഷാമം മൂലം ഇത് ഉപേക്ഷിക്കുകയും ചെയ്തു. പിന്നീട് ഇത് വാഴയ്ക്കും പാവലിനുമൊക്കെ ആയിട്ട് മുട്ടുവെട്ടി കൊടുക്കാൻ ഇപ്പോൾ ഇത് ഉപകരിക്കുകയുള്ളൂ. പാൻ ഉൽപ്പന്നങ്ങളുടെ സ്ഥിരാകേന്ദ്രമായ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഒറീസ തുടങ്ങി സംസ്ഥാനങ്ങളിലെ വ്യാപാരികൾ ഇപ്പോൾ അടയ്ക്കയ്ക്കായി ഹൈറേഞ്ചിനെ സമീപിക്കുന്നില്ല.
ഒന്നാം തരം അടയ്ക്കയ്ക്ക് കിൻഡലിന് 5000 രൂപ വീതം ലഭിക്കുന്നുണ്ടെങ്കിലും ഉൽപ്പാദിപ്പിക്കുന്ന അടയ്ക്കയുടെ മാറ്റുകുറവ് കാരണം രണ്ടാം തരമായി മാത്രമേ ഇവ വിറ്റുപോകുന്നുള്ളൂ. ആഭ്യന്തര വിപണിയുടെ വിൽപ്പനയ്ക്കായി തന്നെ മറ്റു സ്ഥലങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണിപ്പോൾ പ്രദേശത്തെ വ്യാപാരികൾ. നമ്മൾ ഇവിടുന്ന് അടയ്ക്കയും പാക്കും കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. ഇപ്പോൾ ഇവിടെ അടയ്ക്ക ഇപ്പോൾ ലഭ്യമല്ല. ഇപ്പൊ നിലവിൽ നമ്മൾ അടയ്ക്ക ഇവിടെ കടകളിൽ കൊടുക്കാൻ വേണ്ടി നമ്മൾ നാട്ടിൽ നിന്നാണ് അടയ്ക്ക കൊണ്ടിരുന്നത്. അടയ്ക്ക കൃഷിക്ക് റബ്ബർ ബോർഡ് മാതൃകയിൽ അടയ്ക്ക വികസന ബോർഡ് സ്ഥാപിക്കണമെന്ന ആവശ്യമാണ് പരക്കെ ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.